നമുക്കിന്നൊരു ഇഞ്ചമ്പുളിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ചുവന്നുള്ളി, ഇത്രയും സാധനങ്ങൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. വലിയൊരു കഷ്ണം പുളി വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. കറിവേപ്പില, വറ്റൽമുളക് ഇത്ര ഇട്ടതിന് ശേഷം അതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു ഇച്ചിരിക്കോളം മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇഞ്ചിയുടെ പച്ചക്കുത്ത് പോണ വരെ നല്ലപോലെ നമ്മളിതിനെ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കണം പുളിവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ശർക്കരയാണ് ആഡ് ചെയ്യണത്. കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാനിയാക്കിയിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടി ഇടുക. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും അതുപോലെ തന്നെ പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണെങ്കിലും ഇത് തിളച്ച് കുറുകി കറക്റ്റ് പാകത്തിൽ വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഫോമിൽ വരും. ഇതൊരു പെർഫെക്റ്റ് ഇഞ്ചമ്പുളി റെസിപ്പി ആണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒട്ടും വേസ്റ്റേജ് വരാതെ നമുക്ക് ഇഞ്ചമ്പുളി അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.